ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അത് അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ 2 പറ്റിയാണ്. സിനിമ ഇപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. അതായത് പ്രീമിയർ ഷോസ് ഇന്നലെ രാത്രി ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ഭയങ്കര റെസ്പോൺസാണ്. കാരണം വയലൻസ് ഇത്തിരി കൂടുതലാണെന്നാണ് ആൾക്കാർ പൊതുവെ പറയുന്നത്. എന്തായാലും ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തിയ ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ പ്രീമിയർ ഷോ ആരെങ്കിലും കണ്ടാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെഗുലർ ഷോയുടെ റിവ്യൂസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. പാപ്പനും പിള്ളേരും അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇന്നേ ദിവസം എത്തുകയാണല്ലോ. അപ്പോൾ ഏകദേശം 3 കോടിയോളമാണ് നമ്മുടെ കേരള പ്രീ സെയിലായിട്ട് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഒരു 5 കോടിയോളം അടുത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം കുറേ സർപ്രൈസ് എലമെൻറ്റും പിന്നെ സിനിമ ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്തുണ്ട് ഇൻ്റർവെല്ലൊക്കെ കൂട്ടുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ആട് 3യുടെ റിവ്യൂസിനും ഒക്കെ വേണ്ടി കാത്തിരിക്കാം. രാവിലെ ഏകദേശം ഒരു 9:30 ആകുമ്പോഴായിരിക്കും സിനിമയുടെ ഷോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12:30-1 മണിയാകുമ്പോൾ നമുക്ക് ജനറൽ റിവ്യൂസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി അങ്ങനെ വന്നിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 14 തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ തിയേറ്ററിൽ നിന്ന് വേറൊരു പോസ്റ്റർ അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഈ കാണുന്ന പാട്രിയോട്ട് എന്ന സിനിമയുടെ അത്യാവശ്യം കിടിലമായിട്ടുള്ള 5 പേര് ഉള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് അവർ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊന്നും റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ ഉള്ളൊരു പോസ്റ്ററാണ്. ഒരുപാട് തവണ റിലീസ് തീയതി മാറ്റി വെച്ചൊരു സിനിമയാണ് LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ പ്രദീപ് രംഗനാഥനാണ് സിനിമയിൽ മെയിൻ ലീഡായിട്ട് എത്തുന്നത്. സിനിമയുടെ പുതിയ തീയതി അങ്ങനെ വന്നിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ മാസം 3 തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ലെജൻഡ് ശരവണൻ്റെ അടുത്ത ചിത്രമാണ് ലീഡർ. സിനിമയുടെ റിലീസ് തീയതി അങ്ങനെ വന്നിട്ടുണ്ട്. ഏപ്രിൽ 9 തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.